നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. അതായത് ഒരു കോൺക്രീറ്റ് മിക്സ് ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മേക്ക് ചെയ്യാൻ എത്രയൊക്കെ സ്റ്റെപ്പുകൾ ആവശ്യമാണ്. പ്രൊസീജിയർ ഓഫ് കോൺക്രീറ്റ് മിക്സ് ഡിസൈനിങ്. സ്റ്റെപ്പ് 1, ഡിറ്റർമിനേഷൻ ഓഫ് ടാർഗറ്റ് സ്ട്രെങ്ത്. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. F target is equal to FCK plus 1.65 into S. F target is equal to FCK means strength of a concrete. Whatever M20, M30 like 20 or 30, 25 plus 1.65 is a risk factor. അതായത് ഒരു ക്യൂബ് 20 ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ 18 ക്യൂബ് പാസ്സാകണം. അതാണ് അതിനൊരു 7 ക്യൂബ് പാസ്സാകണം. അങ്ങനെ ഒരു 10 ക്യൂബ് എടുത്ത് 7 ക്യൂബ് പാസ്സാകണം. അതാണ് ഒരു റിസ്ക് ഫാക്ടർ. ഒരു അസംഷൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആർ ഇസ് ദ റിസ്ക്? 1.65 ഇസ് ദ റിസ്ക് ഫാക്ടർ. എസ് ഇസ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ട്രെങ്തിന് ബേസ് ചെയ്ത് ഡിഫറെൻ്റ് ആയിട്ട് വരും. M20ക്ക് ഒരു സ്റ്റാൻഡേർഡ് ആയിരിക്കും, M35ക്ക് വേറൊരു സ്റ്റാൻഡേർഡ്, അങ്ങനെ മാറി വരും. സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞ സെലക്ഷൻ ഓഫ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ. പ്ലീസ് റെഫർ ദ ടേബിൾ 5 IS 456 പേജ് നമ്പർ 20. അത് എന്താണ് പറയുന്നത്? വെള്ളത്തിൻ്റെ ഏറ്റക്കുറച്ച്, അതായത് റിസ്ക് ഫാക്ടറിനെ ആശ്രയിച്ചിരിക്കും. റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്കിനെ ബേസ് ചെയ്തിരിക്കും സെലക്ഷൻ ഓഫ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ. പിന്നെ ഒരു ഡിസൈനറിന് പ്രിഫർ ചെയ്യുന്ന വാട്ടർ സിമെൻറ്റ് റേഷ്യോയിൽ ഒരു ഡിസൈൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു വാട്ടർ നമുക്ക് കൊടുക്കാൻ കഴിയും. അത് ഡിസൈനറിൻ്റെ അവകാശമാണ്. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ടേബിൾ 546 എക്സ്പീരിയൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി സ്റ്റെപ്പ് 3, സെലക്ഷൻ ഓഫ് വാട്ടർ സിമെൻറ്റ് കണ്ടൻറ്റ്. വാട്ടർ സിമെൻറ്റ് കണ്ടൻറ്റ് കണ്ടുപിടിക്കുന്നത് സെലക്ഷൻ ഓഫ് വാട്ടർ കണ്ടൻറ്റ്. ടേബിൾ 2 IS 10262 റെഫർ ചെയ്താൽ നമുക്ക് ടേബിൾ IS സ്റ്റാൻഡേർഡ് ടേബിളാണ്. അത് റെഫർ ചെയ്താൽ അത് വാട്ടർ കണ്ടൻറ്റ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സെലക്ഷൻ ഓഫ് സിമെൻറ്റ് കണ്ടൻറ്റ് അത് ഓരോ കണ്ടീഷൻ അനുസരിച്ച് എന്താണ് പറയുന്നത്, സർവ്, എക്സ്ട്രീം, മൈൽഡ്, സർവ്, എക്സ്ട്രീം, അങ്ങനെയുള്ള ഒരു 3 കാറ്റഗറി ഉണ്ട്. അത് ഒരു സ്ട്രെങ്ത്തിനെ ബേസ് ചെയ്താണ് സിമെൻറ്റ് സ്ട്രെങ്ത്തിനെ അല്ല, ഓരോ സിമെൻറ്റ് കണ്ടൻ്റാണ്. സിമെൻറ്റ് കണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഗേഡറിനൊരു സിമെൻറ്റ് കണ്ടൻ്റ് ആയിരിക്കും, പയലിന് വേറൊരു സിമെൻറ്റ് കണ്ടൻ്റ് ആയിരിക്കും. അത് പയലിന് തന്നെ റഫ് പയലുകളുണ്ട്, അങ്ങനെയുള്ള പയലുകളുണ്ട്. പിന്നെ സെലക്ഷൻ ഓഫ് സിമെൻറ്റ് കണ്ടൻറ്റ് നമ്മൾ പഠിച്ച് നോക്കി. സെലക്ഷൻ ഓഫ് വാട്ടർ കണ്ടൻറ്റ്, സെലക്ഷൻ ഓഫ് സിമെൻറ്റ് കണ്ടൻറ്റ്. ഇനിയും എസ്റ്റിമേഷൻ ഓഫ് എ കോസ്റ്റ് അഗ്രിഗേറ്റ്. അതൊരു ഡിസൈനറിന് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഒരു എക്സ്പീരിയൻസ്ഡ് ആയ ഒരു മിക്സ് ഡിസൈനറിന് പ്രിഫർ ചെയ്യുക ഈസി ആയിട്ട്. ഒരു 60-40 65-45. പിന്നെ അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് കീപ്പപ്പ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ IS തന്നെ ഫോളോ ചെയ്യാനായിട്ട് വരും. ഓരോ വർക്കിനും ഓരോ ടൈപ്പ് വർക്കിനും ഓരോ ടൈപ്പ് റേഷ്യോ ഉണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ക്ലാസിഫൈ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കോഴ്സ് അഗ്രിഗേറ്റിനെയും ഡസ്റ്റിനെയൊക്കെ ബേസ് ചെയ്താണ് നമ്മൾ വാട്ടർ ഡിമാൻഡ് എത്രയാണ്, നമുക്ക് എത്ര വാട്ടർ നമുക്ക്
ഡിസൈനകത്ത് യൂസ് ചെയ്യുന്നതിന് ഫൈനലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ എസ്റ്റിമേഷൻ ഓഫ് മിക്സ് ഇൻഗ്രീഡിയൻറ്റ്, അതായത് നമ്മൾ ചെയ്ത മിക്സ് ഡിസൈൻ ഒരു എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ സിമെൻറ്റ് അഗ്രിഗേറ്റ് വാട്ടർ കെമിക്കൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് മിക്സ് ഡിസൈൻ ഫോർമാറ്റിലേക്ക് ആക്കുന്നു. മിക്സ് ഡിസൈൻ ഫോർമാറ്റ് kg/mm³ ആണ്. നമ്മൾ 1 mm³ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, നന്ദി, നമസ്കാരം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.